കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യങ്ങളാണ് നമ്മുടെ പഠന വിഷയം. ഇവിടെ വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന ഒരു പദപ്രയോഗം നാം കാണുന്നു. ഈ ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. വേദപുസ്തകത്തിൽ മഹാപുരോഹിതൻ ജനത്തിനു വേണ്ടി യാഗം അർപ്പിക്കുന്നവനും ആലയത്തിന്റെയോ സമാഗമന കൂടാരത്തിന്റെയോ പ്രവൃത്തികൾ ചെയ്യുന്നവനും ദൈവം മുമ്പാകെ മനുഷ്യരുടെ പ്രതിനിധിയായിട്ടുമാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കാം. മഹാപുരോഹിതൻ പുരോഹിതന്മാർക്ക് മീതെയുള്ളവരും ചില പ്രവൃത്തികൾ താൻ മാത്രം ചെയ്യുവാൻ ചുമതലപ്പെട്ടവരും ആയിരുന്നു. ഈ ഭാഗങ്ങൾ നമുക്ക് ലേവ്യ പുസ്തകം 16-ാം അധ്യായമായി ചേർത്ത് പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ ഒരു പഴയ നിയമ വേർഷൻ അല്ലെങ്കിൽ ലേവ്യ പുസ്തകത്തിന്റെ ഒരു പുതിയ നിയമ ഭാഷ്യമാണ് എബ്രായ ലേഖനം. അവിടെയാണ് നമുക്ക് പൗരോഹിത്യ ശുശ്രൂഷയുടെ നിലയെക്കുറിച്ച് കാണുവാനും പഠിക്കുവാനും കഴിയുന്നത്. എന്നാൽ പഴയ നിയമ പൗരോഹിത്യം ദൈവം നീക്കിക്കളഞ്ഞു. സ്വർഗത്തിലെ ക്രിസ്തു മാത്രമാണ് ഇന്ന് ഏക മഹാപുരോഹിതൻ. അതുപോലെ തന്നെ ഭൂമിയിലുള്ള തന്റെ വിശ്വാസികളാണ് ദൈവത്തിന് പ്രസാദമുള്ള പുരോഹിതന്മാർ. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ കരുണയുള്ളവനും വിശ്വസ്ത മഹാപുരോഹിതനുമായ ക്രിസ്തു അല്ലെങ്കിൽ കരുണയുള്ള നമ്മുടെ മഹാപുരോഹിതൻ എന്തുകൊണ്ട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു? ദൈവകാര്യത്തിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ ഒരു മഹാപുരോഹിതനാകുവാൻ അവന്റെ സമ്പൂർണ്ണ മനുഷ്യത്വം തികച്ചും അനുയോജ്യമായിരിക്കുന്നു. മഹാപുരോഹിതൻ എന്ന നിലയിൽ അവിടുത്തെ സുപ്രധാന ദൗത്യം ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുക എന്നുള്ളതാണ്. ഇത് നിവർത്തിക്കുവാൻ മറ്റൊരു മഹാപുരോഹിതനും ഒരിക്കലും കഴിയാത്തതും ചെയ്യാത്തതും അവിടുന്ന് ചെയ്തു. തന്നെത്താൻ പാപരഹിതമായ യാഗമായി അവിടുന്ന് അർപ്പിച്ചു. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് യേശു മനസ്സോടെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞത്, ഈ യേശു തന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രായശ്ചിത്ത യാഗവും യാഗപീഠവും പുരോഹിതനും നമുക്ക് വേണ്ടി ആയിത്തീർന്നു. മൂന്നും ഒരാളാണ്, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ലേഖനകർത്താവ് ഇപ്രകാരം വളരെ വ്യക്തമാക്കി പറയുന്നു, കരുണയുള്ളവനും വിശ്വസ്തനുമായ മഹാപുരോഹിതൻ. എന്തുകൊണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഒറ്റത്രമേ ഉള്ളൂ, തന്റെ ജനത്തോട് മനുഷ്യവർഗത്തോട് ഐക്യപ്പെട്ടു. അങ്ങനെ യേശു ദൈവത്തിന്റെ മുൻപിൽ എന്നെന്നും വിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പ്രിയമുള്ളവരെ, പുത്രന്റെ മരണം പ്രായശ്ചിത്തം വരുത്തുന്നു. അതായത് നമ്മുടെ പാപങ്ങൾ നിമിത്തമുള്ള ദൈവകോപത്തെ അവൻ നീക്കുന്നു. തൽഫലമായി നമുക്ക് ഇപ്പോൾ ധൈര്യത്തോടെ ദൈവത്തെ സമീപിക്കാം. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ പുത്രൻ കരുണയോടെ നമ്മോട് സഹതാപം കാണിക്കുകയും നമ്മുടെ സഹായത്തിന് എത്തുകയും ചെയ്യുന്നു. കാരണം മനുഷ്യൻ എന്ന നിലയിൽ യേശു കഷ്ടവും പരിശോധനയും പരീക്ഷയും അനുഭവിച്ചു, എങ്കിലും നമ്മെ പോലെ പാപം ചെയ്തിട്ടില്ല. ആ യേശുവിനെ കുറിച്ച്, ആ മഹാപുരോഹിതനെ കുറിച്ച് 18-ാമത്തെ വാക്യം പറയുന്നത് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ദൈവത്തോട് അവിശ്വസ്തരാകുവാനും പാപം ചെയ്യുവാനും നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു ജയാളിയായ ക്രിസ്തു, ഒരു മഹാപുരോഹിതനായ നമ്മുടെ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ആ കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയും കൃപയും ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നു. നാം കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, നാം പരീക്ഷിക്കപ്പെടുമ്പോൾ, വിശ്വാസത്തിന്റെ കഠിനമായ പാഠശാലയിൽ കൂടി നാം ചുവടുകൾ വെച്ച് മുൻപോട്ട് പോകുമ്പോൾ, മനുഷ്യൻ നമ്മെ സഹായിക്കാൻ കഴിയാത്ത ജീവിതാനുഭവങ്ങൾ നാം ആയിരിക്കുമ്പോൾ, എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ, വൈദ്യശാസ്ത്രം നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, വിദഗ്ധരായ ഡോക്ടേഴ്സ് നമ്മെ തള്ളിക്കളയുമ്പോൾ, മരുന്നിനും വൈദ്യനും നമ്മെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ലോകത്തിന്റെ ആശ്രയങ്ങളൊക്കെ അറ്റുപോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വളരെ ശക്തവും വ്യക്തമായി പറയട്ടെ, നമുക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. തത്സമയത്ത് നമ്മെ സഹായിക്കുവാൻ, തന്നോട് അടുത്തു വരുന്നവരെ സഹായിക്കുവാൻ ആ ദൈവത്തിന് കഴിയും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മെ സഹായിക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്തമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന് അവസാനത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് നൽകുന്നത് ഒരു വാക്തത്വം, ഒരു അനുഗ്രഹമാണ്. എന്താണത്? പരീക്ഷിക്കപ്പെടുന്നവർക്കുള്ള സഹായമാണ്. താൻ തന്നെ പരീക്ഷയിടുന്നതിനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷയിലൂടെ കടന്നു പോകുന്നവരെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാകുന്നു. അതിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരെ സഹായിപ്പാൻ യേശുവിന് കഴിയും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നാം അനുഭവിക്കുന്ന എല്ലാവിധമായ പരീക്ഷണങ്ങൾ കൂടി കർത്താവ് നമുക്ക് മുൻപായി കടന്നുപോയി. അവിടെ എല്ലാം കർത്താവ് ജയിച്ച് ഒരു ജയവീരനായി നമുക്ക് മുന്നോടിയായി നിൽക്കും. അതുകൊണ്ട് ക്രിസ്തു മാത്രമാണ് തന്റെ പ്രവൃത്തികളിൽ മനുഷ്യരോട് കരുണയും തന്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തോട് വിശ്വസ്തതയുള്ള ഏക മഹാപുരോഹിതൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് ഈ ലേഖനത്തിൽ നാം വളരെയധികം പഠിക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് വിധേയരാകുന്നവരെ സഹായിപ്പാൻ യേശുക്രിസ്തുവിന് കഴിയും എന്ന് നാം തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നു. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട് എന്നതാണ് ഈ ലേഖനത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം. അവൻ ഇന്ന് ജീവിക്കുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. നമുക്ക് എല്ലായ്പ്പോഴും അവന്റെ അടുക്കൽ ധൈര്യത്തോടെ കടന്നു ചെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. നമ്മുടെ പ്രയാസം കൊണ്ടേയും നെടുവീർപ്പുകളുടെയും സമയങ്ങളിൽ നമുക്ക് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയും. നമ്മുടെ മഹാപുരോഹിതൻ അവിടെയുണ്ട്. അവൻ നമ്മെ അറിയുന്നു, നമ്മെ നന്നായി മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രയാസങ്ങളെ അവനോട് പറയാം. ജീവിതത്തിൽ ഇരുളടഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണനിഴൽ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മെ സഹായിക്കുവാനായി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉയരത്തിലുണ്ട്. പലപ്പോഴും നമ്മുടെ പോരായ്മ എന്നുള്ളത് നാം അവനെ അന്വേഷിക്കുകയോ
കണ്ടെത്തുകയോ അവന്റെ സന്നിധിയിൽ ചെല്ലുകയോ ചെയ്യാതെ നാം അവനെ മറന്നുപോകുകയും നമ്മുടെ പോരാട്ടം നാം തനിയെ നടത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കുറ്റം. പലപ്പോഴും കുറുക്കുവഴികളിലൂടെ കാര്യം നേടുവാൻ നാം ശ്രമിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൂത നിങ്ങളെ സഹായിക്കുവാൻ പര്യാപ്തമാണ്. നമ്മെ സഹായിക്കുവാൻ യേശു മതിയായവനാണ്. നാം അവന്റെ അടുക്കൽ കടന്നു ചെല്ലണമെന്ന് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പോലെ കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരുവനും ഇല്ല, ഒരു ദൈവവും ഇല്ല. പ്രിയരെ, ഞാൻ എൻ്റെ ദൂതുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം നാം ഉറക്കണം, നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഇന്നും ആ കർത്താവ് കരുണയുള്ളവനാണ്, വിശ്വസ്തനാണ്. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രായശ്ചിത്തം വരുത്തും. നാം ദൈവസ്ഥൽ ഓടി അടുത്തു വരുവാൻ ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരു കൃപാസനം ഒരുക്കി. ഇന്ന് നമുക്ക് ആവശ്യം കരുണയാണ്. യേശു കൃപാസനം ഒരുക്കിയത് കൊണ്ട് ഇന്ന് ദൈവത്തിന് നമ്മളോട് ധാരാളം കൃപ കാണിക്കുവാൻ കഴിയും. ആ കൃപാസനത്തിൽ നിന്ന് ഇന്ന് വെളിപ്പെട്ട് വരുന്നത് ശിക്ഷാവിധിയല്ല, ന്യായവിധിയല്ല. ആ കൃപാസനത്തിൽ നിന്ന് പ്രവഹിക്കുന്നത്, ഒഴുകുന്നത് ഒരു കൃപയുടെ നദിയാണ്. അവിടേക്ക് നാം കടന്നു ചെന്ന് നമുക്ക് ആവശ്യമുള്ള ദൈവകൃപ ഓരോ നിമിഷവും ഓരോ ദിവസവും, അതിനാണ് ബൈബിൾ പറയുന്നത് തത്സമയത്ത് സഹായത്തിലുള്ള കൃപ ചെന്ന് പ്രാപിക്കും. ചില പദപ്രയോഗങ്ങൾ അങ്ങനെ ബൈബിളുണ്ട്. നമ്മൾ അവന്റെ അടുക്കൽ വരണം, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം, നിങ്ങൾ അവന്റെ അടുക്കൽ വന്ന് കുടിക്കണം, നിങ്ങൾ വന്നു പ്രാപിക്കണം. ദൂരവേ നിൽക്കാവനല്ല, അകലത്തിലായിരിക്കുവാനല്ല, പിൻവാങ്ങി പരാജയപ്പെട്ടു പോകുവാനല്ല. നമുക്ക് ദൈവസ്ഥലത്തിൽ ഈ പ്രഭാതത്തിൽ ഓടി അടുത്ത് ചെല്ലാം. അവിടേക്ക് കടന്നു നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിന് പ്രാപിക്കാം. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവകരുണ വളരെയധികം ആവശ്യമായിരിക്കും. നമ്മുടെ ദൈവം കരുണാസമ്പന്നനാണ്. അവന്റെ പക്കൽ കരുണ ധാരാളമുണ്ട്. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ക്രിസ്തു കൃപാസനം ഒരുക്കി. അവിടെ മാത്രമേ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭ്യമാക്കിയുള്ളൂ. വേറെ എവിടെയും അത് ലഭ്യമല്ല. അതുകൊണ്ട് ദൈവസ്ഥലേക്ക് അടുത്തു ചെല്ലുവാൻ ഇന്നത്തെ ദൂത് സഹായമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.